നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. കൽക്കി ഒരു ബ്രഹ്മാണ്ഡ ഫിലിമാണ്. ഈ സിനിമ എടുത്തിട്ടുള്ളത് ഏകദേശം ക്യാപ്റ്റൻ മാർവൽ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് മൂവിയുടെ ഒരു കോപ്പി സ്റ്റൈലിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. ഈ സിനിമ മഹാഭാരതത്തിലെ പുരാണവും പുതിയ ലോകവും കൂടി മിക്സായിട്ട് ഒരു വേറെ ലെവലിൽ എന്ന് വെച്ചാൽ ഒരു ഇംഗ്ലീഷ് മൂവിൻ്റെ ഒക്കെ ഒരു ലെവലിലാണ് സിനിമ എടുത്തിട്ടുള്ളത്. ഫുള്ള് ക്യാപ്റ്റൻ മാർവൽ കണ്ട എങ്ങനെ ഇരിക്കും ആ ഒരു രീതിയിലാണ് സിനിമ എടുത്തിട്ടുള്ളത്. പിന്നെ സിനിമേൻ്റെ പോസിറ്റീവ് വശങ്ങൾ പറയുകയാണെങ്കിൽ, സിനിമയിൽ അമിതാഭ് ബച്ചൻ അശ്വത്ഥമാവായിട്ടാണ് ഈ സിനിമയിൽ അമിതാഭ് ബച്ചൻ വരുന്നത്. അമിതാഭ് ബച്ചൻ ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. സിനിമയിൽ ശരിക്കും അമിതാഭ് ബച്ചൻ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള നല്ല അടിപൊളി. കാരണം കുറേ കാലത്തിന് ശേഷം അമിതാഭ് ബച്ചൻ ഇത്രയും നല്ലൊരു വേഷം, പവർഫുൾ ഒരു വേഷം ആദ്യമായിട്ട് കിട്ടുന്നത്. അമിതാഭ് ബച്ചൻ കലക്കിയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് അമിതാഭ് ബച്ചൻ. പിന്നെ സിനിമയിൽ കുറേ വേഷങ്ങൾ, ഇപ്പോൾ കമൽഹാസൻ ഉണ്ട്. കമൽഹാസനെ ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ ഒരു ഗ്രാഫിക്സ് VFX പോലൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ വേറെ ലെവലാണ്, അത് ഞാൻ കഥ പറയുന്നില്ല. പിന്നെ അതുപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. പിന്നെ സിനിമയിൽ ദുൽഖർ സൽമാൻ്റെ ക്യാരക്ടർ എന്താണെന്നിപ്പോൾ ഞാൻ തൽക്കാലം പറയുന്നില്ല, അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവുക. പിന്നെ പശുപതി നന്നായിട്ടുണ്ട്. പിന്നെ അന്നാബൻ സൂപ്പറായിട്ടുണ്ട്. അന്നാബൻ അടിപൊളിയായിട്ടാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കുട്ടിയായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, എൻ്റെ പേര് എനിക്ക് മറന്നുപോയി. ആ കുട്ടി വളരെ നന്നായിട്ട് ആ കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ കഥാപാത്രവും വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ, സിനിമേൻ്റെ ഫസ്റ്റ് ഹാഫ് കുറച്ച് ബോറായിരുന്നു. ഭയങ്കര ബോറെന്ന് തന്നെ പറയാം. അത്രയും ബോറായിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രാഫിക്സും ഒന്നും ഒരു വിഷ്വൽസ് ഒന്നും ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എന്താണ് നടക്കണമെന്ന് മനസ്സിലാവില്ല. അങ്ങനെ കുറേ സംഗതികൾ. ഒരു ക്യാപ്റ്റൻ മാർവൽ മൂവിൻ്റെ ഒരു ലുക്കൊക്കെയാണ്. ഫുള്ള് ക്യാപ്റ്റൻ മാർവൽ പോലെ തന്നെയാണ് സിനിമ. പക്ഷേ ആ എന്തോ ഇത് ബോറായിരുന്നു. പ്രത്യേകിച്ച് പ്രഭാസിൻ്റെ ക്യാരക്ടർ തീരെ പോരാ, ഭയങ്കര ബോറായിരുന്നു ഫസ്റ്റ് ഹാഫ്. സിനിമ കാണുമ്പോൾ തന്നെ നമുക്കൊരു ലാഗ് അടിക്കണമായിരിക്കും തോന്നും. പിന്നെ പക്ഷേ സെക്കൻഡ് ഹാഫ് വേറെ ലെവലാണ് സിനിമ. ആ ഫസ്റ്റ് ഹാഫ് അല്ല സെക്കൻഡ് ഹാഫ് ഒരു വേറെ ലെവലിലാണ് സിനിമ വരുന്നത്. അടിപൊളിയായിട്ടാണ് സെക്കൻഡ് ഹാഫ് വളരെ നന്നായിട്ട് നമ്മൾ കാണുമ്പോൾ ഇൻട്രസ്റ്റ് നമുക്ക് ഒന്നും കൂടിയും കൂടും. അത്രയും നന്നായിട്ടാണ് സെക്കൻഡ് ഹാഫിൽ. പിന്നെ ക്ലൈമാക്സ് ഒന്നും പറയണ്ട, ക്ലൈമാക്സ് സൂപ്പർ. നമ്മളിങ്ങനെ എനർജറ്റിക്കോ, അത്രയും സൂപ്പറാണ് ക്ലൈമാക്സ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അതുപോലെ ശോഭനൻ്റെ ക്യാരക്ടർ ഉണ്ട്, അത് ഭയങ്കര ബോറായിരുന്നു. ശോഭനൻ്റെ ശബ്ദമൊന്നും ഒരു സുഖമില്ല. ക്യാരക്ടർ ശോഭനനെ വേണ്ടത് വേറെ വല്ല നടിമാരായിട്ട് വെക്കണേത്, വെറുതെ ശോഭനനെ കൊണ്ടുവന്നിട്ട് അത്ര രസം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഈ സിനിമ കാണാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമൻ്റെ ഒരു സ്റ്റോറി ഗൂഗിള് സെർച്ച് ചെയ്ത് നോക്കുക. എന്ന് വെച്ചാൽ സ്റ്റോറി എന്ന് പറയുമ്പോൾ അശ്വത്ഥമാവിൻ്റെ, അതെന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിലെ അശ്വത്ഥമാവിൻ്റെ ക്യാരക്ടറും ആ ഒരു കഥ ഒന്ന് ദ്രോണപുത്രനാണ് അശ്വത്ഥമാവ്. അപ്പോൾ അതിൻ്റെ ഒരു കഥ അറിയാത്തവരൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ആ കഥ മനസ്സിലാക്കിയതിന് ശേഷം സിനിമ കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതേപോലെ കർണൻ്റെ വേഷം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം, എന്ന് വെച്ചാൽ മഹാഭാരത കഥ അറിയാത്ത ആൾക്കാരാണെങ്കിൽ അപ്പോൾ ഒന്നും കൂടി ഈസിയാവും സിനിമ കാണുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും സിനിമ കണ്ടിരിക്കണം. നല്ല മൂവിയാണ്. അത് അതിൻ്റെ വിഷ്വലും ഗ്രാഫിക്സും സൗണ്ട് എഫക്റ്റും ഒക്കെ അറിയണമെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടാൽ തന്നെ അതിൻ്റെ എഫക്റ്റ് അറിയുള്ളൂ. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് കുറച്ച് ബോറുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും സിനിമ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഉടൻ തന്നെ. അപ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം, ബൈ.